Psalms 41. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. അവൻ എപ്പോൾ മരിച്ച് അവന്റെ പേർ നശിക്കും എന്ന് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു. ഒരുത്തൻ എന്നെ കാണുവാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു. അവന്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു. അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു. എന്നെ പകയ്ക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു. അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു. ഒരു ദുർവ്യാധി അവനെ പിടിച്ചിരിക്കുന്നു. അവൻ കിടപ്പിലായി. ഇനി അവൻ എഴുന്നേൽക്കയില്ല എന്ന് അവർ പറയുന്നു. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിനെ യഹോവേ, കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എൻ്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു. നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ. വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല പകൽക്കാലം കൂടെ തന്നു. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് നല്ല ഉറക്കം തന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ കർത്താവ് നമുക്ക് ശക്തി തന്നു. അവനെ ആരാധിക്കുവാൻ നമുക്ക് നല്ല സമയവും സാഹചര്യവും തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്നിവിടെ വായിച്ചു കേട്ട സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തന പുസ്തകത്തിലെ 41-ാമത്തെ സങ്കീർത്തനം. അതായത് സങ്കീർത്തനങ്ങളെ പല പുസ്തകങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പുസ്തകം തീരുന്നത് ഈ 41-ാമത്തെ സങ്കീർത്തനത്തോടു കൂടിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സങ്കീർത്തനം നേരത്തെ ഇവിടെ ചിന്തിച്ച ഒരു സങ്കീർത്തനമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വാക്യങ്ങൾ നമുക്ക് ഏകദേശം അതെല്ലാം ആ വാക്യങ്ങളെല്ലാം കാണാതെ തന്നെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിൻ്റെ സാഹചര്യം, ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. 2 ശമൂവേലിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് ഇതിനുള്ള സാഹചര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ദാവീദ് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ്. ഹല്ലേലൂയ. പാപത്തിൽ ദാവീദ് അകപ്പെട്ടു പോയി. പിന്നീട് ദാവീദ് പശ്ചാത്തപിച്ച് യഹോവയുടെ വഴിയിലേക്ക് തിരിച്ചു വന്നു. ദൈവത്തിൻ്റെ സൂക്ഷിപ്പിനെ പറ്റി, ദൈവത്തിൻ്റെ പരിപാലനയെ പറ്റി ഹല്ലേലൂയ ദാവീദ് ഇവിടെ വർണ്ണിക്കുകയാണ്. അതിലുപരി ഈ സങ്കീർത്തനം നമ്മൾ ആദ്യം തൊട്ട് ഇതിൻ്റെ 13 വചനങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മുഖം നമുക്കിവിടെ കാണുവാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗം നമുക്കിവിടെ കാണുവാൻ പറ്റും. ആമേൻ. അതിൻ്റെ 1-ാമത്തെ വചനം, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. നമ്മുടെ കർത്താവിനെ പറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത്. ദാവീദ് പ്രവചനാത്മാവിൽ എഴുതിയ സങ്കീർത്തനമായത്. ഹല്ലേലൂയ. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ എളിയവനെ ആദരിച്ചവനാ. അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ ഹല്ലേലൂയ ജീവിതം മുഴുവനും എളിയവർക്ക് വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ കൈ നീട്ടപ്പെട്ടത് എളിയവരുടെ നേരെയായിരുന്നു. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. എന്ന് വെച്ചാൽ അനർത്ഥ ദിവസത്തിൽ യഹോവ ദൈവം വിടുവിക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മളും എളിയവരെ ആദരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആമേൻ. തൻ്റെ ജീവൻ ഉദ്ദേശിക്കുന്ന തൻ്റെ ആത്മാവിനെ കാത്ത് ജീവനോടെ പാലിക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ എളിയവരെ ആദരിക്കണം. ഭൂമിയിൽ അവൻ ഭാഗ്യവാനായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് പാപം ചെയ്തതായിട്ടെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വചനം വന്നിരിക്കുന്നത്? ദാവീദ് പാപം ചെയ്തു. ദാവീദ് ദൈവത്തോട് അത് അറിയിക്കുകയാണ്.
പക്ഷേ ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപം ഏറ്റെടുത്തുകൊണ്ട്, എൻ്റെ നിങ്ങളുടെയും പാപം ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയുടെ മലയിൽ പാപയാഗമായി തീർന്ന കർത്താവ്, ഹല്ലേലൂയ. അവൻ എപ്പോൾ മരിച്ച് അവൻ്റെ പേര് നശിക്കുമെന്ന് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു. ഒരുത്തൻ എന്നെ കാണുവാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു, അവൻ്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു, അവൻ പുറത്തുപോയത് പ്രസ്താവിക്കുന്നു. അങ്ങനെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ശത്രുക്കൾ, കർത്താവിൻ്റെ ശത്രു സാത്താൻ്റെ പദ്ധതികളൊന്നും കാൽവരിയാഗത്തിന് മുൻപായിട്ട്, ഹല്ലേലൂയ, കർത്താവ് ഇവിടെ മരിക്കപ്പെടും, ഹല്ലേലൂയ, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെല്ലാം ഇവിടെ തകരുമെന്ന് സാത്താൻ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം തകർത്തുകൊണ്ട്, ഹല്ലേലൂയ, ദൈവം അവനെ മരണത്തിന് വിട്ടുകൊടുക്കുകയും മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഇന്ന് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുക. ആമേൻ. അവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, അവൻ എപ്പോൾ മരിച്ചവൻ്റെ പേര് നശിക്കുമെന്ന് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു. പിന്നെ താഴേക്ക് വരുമ്പോൾ ഒരു ദുർവ്യാധി അവനെ പിടിച്ചു, അവന് കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്നവർ പറയുന്നു. സാത്താൻ്റെ വിചാരങ്ങളെയും, ഹല്ലേലൂയ, അവൻ്റെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 13-ാം അധ്യായത്തിൽ കർത്താവ് ഈ തിരുവെഴുത്ത് അവിടെ നിവർത്തിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം യോഹന്നാൻ 13:18. എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതാകുന്നു. യൂദായെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ സ്നേഹിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നതിന് അറിയുന്നു. 12-ാമത്തെ വചനം ശ്രദ്ധിക്കുക. നീ എൻ്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു, നിൻ്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. ആമേൻ. നമ്മൾ 1-ാമത്തെ വചനത്തിൽ വായിച്ചു, എളിയവനെ ആദരിക്കുന്ന അവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. 12 പറയുന്നു, നീ എൻ്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു, നിൻ്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ, ഹല്ലേലൂയ, നിത്യതയോളം കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കുവാൻ സാധിക്കുന്നത് അവൻ എളിയവനെ ആദരിച്ചവനാ. ഹല്ലേലൂയ. അവൻ്റെ നിഷ്കളങ്കത്തെ ദൈവം മാനിച്ചു. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നല്ല, എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിത്യതയോളം, ഹല്ലേലൂയ, ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ കാൽവരിയിൽ അവൻ്റെ മുഖം നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. പാപമില്ലാതിരുന്ന തന്നെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവം, ഹല്ലേലൂയ, കാൽവരിയിൽ യാഗമാക്കി. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചതാ. അത് ഇന്നും ഇന്നും തീരുന്ന സ്നേഹമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത് നിത്യതയോളം വാഴ്ത്തപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു മരിക്കുന്നിടം വരെയല്ല, കർത്താവിൻ്റെ വരവ് വരെ അല്ല, നിത്യത വരെയുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ആരാധനയിൽ, ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷങ്ങളെല്ലാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, നമുക്ക് പ്രീതികരമായ ഒരു ആരാധന കഴിക്കുവാനായിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുക. ഹല്ലേലൂയ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സ്നേഹം, ഹല്ലേലൂയ, കാൽവരിയിൽ വെച്ച് തീർന്നൊരു സ്നേഹമല്ല, നിത്യതയോളം, ഹല്ലേലൂയ, അവൻ്റെ നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച കർത്താവ്, ഹല്ലേലൂയ, തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി വിട്ടുതന്നതാണ്. ഹല്ലേലൂയ. കർത്താവ് ഭൂമിയിൽ നിഷ്കളങ്കതയോടെ നടന്നതുപോലെ നമ്മളും ദൈവത്തിൻ്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ നടക്കണം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുൻപിൽ നിഷ്കളങ്കതയോടെ നടക്കണം. ഒരു ഭക്തൻ, ഹല്ലേലൂയ, ഇപ്രകാരം അനുഗ്രഹിക്കപ്പെടും. ഒരു ഭക്തൻ ദൈവത്തിൻ്റെ മുൻപിൽ ഭാഗ്യവാനായി നടക്കപ്പെടും. ഹല്ലേലൂയ. എളിയവനെ ആദരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ, ഹല്ലേലൂയ, ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ മുൻപിൽ, ഹല്ലേലൂയ, യാതൊരു, ഹല്ലേലൂയ, ഒരു സങ്കോചവും കൂടാതെ സിൻസിയറായിട്ട്, ഹല്ലേലൂയ, നിഷ്കളങ്കനായിട്ട്, ഹല്ലേലൂയ, എളിയവനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ.
ആ സ്നേഹത്തിൻ്റെ മുൻപിൽ പകരം കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, അങ്ങയുടെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവേ, അങ്ങയുടെ ആലയത്തിൻ്റെ പുഷ്ടി കൊണ്ട് കർത്താവ് ഞാൻ ജീവിക്കേണ്ടവനാ. ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിനെ വിട്ടുകൊടുത്തുകൊണ്ട് അവൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഹല്ലേലൂയ അവൻ്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടുന്ന് വിടുതലും അത്ഭുതങ്ങളും സംഭവിക്കും. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരും. ഓരോരുത്തരും ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിക്കാൻ പോവുക. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. തുടർന്നുള്ള നിമിഷങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ. ഞങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ കർത്താവേ ഞങ്ങൾക്ക് ഇട നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. സകലമാനവും മഹത്വവും പിതാവേ അങ്ങേക്ക് മാത്രം. പുത്രനായ യേശുവിൻ്റെ നാമമായി നമ്മളെ സ്നേഹിച്ച നമ്മുടെ സ്വർഗ്ഗപിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവരി കൊലമരത്തിൽ അകൃത്യയാഗമായി ഏൽപ്പിച്ചു കൊടുത്തത് അവന് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ്. കാൽവരി കുരിശിൽ അവൻ ചൊരിഞ്ഞ രക്തത്താൽ നമ്മളത് വീണ്ടെടുത്തത് അവന് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ്. മനസ്സിലാക്കിയ നമ്മളെ അവൻ വീണ്ടെടുത്തതിന് ഓർത്ത് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമ്മൾക്ക് ആ ദൈവത്തോട് ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മൾക്ക് ഏറ്റുപാടാം. ആ സ്വർഗീയ പിതാവിനെ നമ്മൾക്ക് മഹത്വപ്പെടുത്താം. അവൻ്റെ സ്നേഹത്തെ നമ്മൾക്ക് മഹത്വപ്പെടുത്താം. പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തെ ദൈവങ്ങളിൽ കേൾപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരുമിച്ച് ഹല്ലേലൂയ നമ്മൾക്ക് ശക്തിയോടെ ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടാം. എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകനീശുവിനാ ലോകരക്ഷകനീശുവിനാ. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാം, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി. നിത്യനാടവിൽ എന്നെ ചേർക്കുവാൻ, നിത്യനാടവിൽ എന്നെ ചേർക്കുവാൻ മേഘത്തീരവിൽ വന്നിടുമേ. യേശുരാജനായി വന്നിടുമേ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ സ്വർഗ്ഗനാടതിലേശുവിനെ. സത്യദൈവമാമീശുവിനെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ ചേർന്നെന്നും ജീവിക്കും ഞാൻ.
സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. ഹല്ലേലൂയ. ഈ മുഴുവൻ ലോകത്തേക്കാൾ അധികമായി നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ സ്വർഗീയ പിതാവ്. അവനേക്കാൾ ആരാധ്യനായി മറ്റാരുമില്ല. ഹല്ലേലൂയ. അവനെ പോലെ ഹല്ലേലൂയ മറ്റൊരു ദൈവമില്ല. തന്റെ ഛായയിൽ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം, അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, അവൻ മാത്രം സ്തുതികൾക്കും പുകഴ്ചയ്ക്ക് യോഗ്യനായ ദൈവം. അവൻ നമ്മളെ സ്നേഹിച്ച നിത്യ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ആ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. അവൻ സർവശക്തനായ ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് ആ ദൈവത്തെ നമ്മൾക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അവൻ നിത്യനായ ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ആ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ബഹുമാനത്തിന് യോഗ്യനായ സർവശക്തനായ ദൈവത്തിന് തക്ക മഹത്വം കൊടുത്തുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, നിത്യനായ ദൈവത്തെ, അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനായ സ്വർഗീയ രാജാവിനെ നമ്മൾക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. കൈകളെ തട്ടി മുഴു ബലത്തോടെ മുഴു ശക്തിയോടെ നമ്മൾക്ക് ആ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഓ ഗ്ലോറി. സ്തുതികൾ ആമേൻ ആമേൻ. പാടി പുകഴ്ത്തിടും ഓ ഗ്ലോറി. ഹല്ലേലൂയ. സ്തുതികൾ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിനെ. സ്വർഗ്ഗം സിംഹാസനവും ഭൂമി രാജാതി രാജാവിന് ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന സ്തുതി രാജാവിനെ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേ ശൂനാഥാ. ഹല്ലേലൂയ. എൻ ബലവും ഓ ഗ്ലോറി. എൻ കോട്ടയും നീ മാത്രമേ ശൂനാഥാ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിനെ. രാജാവിന് ആരാധന അർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിനെ. പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. എന്റെ ഉപനിധിയും നീ മാത്രമെന്നേശുവേ. പലവിടവും എന്റെ ഉപനിധിയും നീ മാത്രമെന്നേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിനെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിനെ. നീരവിൽ യഹോവ എലോഹീം ആരാധനയുമക്ക്. നീരവിൽ യഹോവ എലോഹീം ആരാധനയുമക്ക്. സർവശക്തനായ ദൈവത്തിന് ആരാധന. യഹോവ ശക്തനെ ആരാധനയുമക്ക്. ഞങ്ങൾ നിധിയെ യഹോവ ശക്തനെ ആരാധനയുമക്ക്. ആരാധന 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 ആരാധന. അപ്പാ അപ്പാ ആരാധന 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 ആരാധന. അപ്പാ
രാജാകുമാരികളിൽ രാപ്പകലായാമന്നിരിപ്പേ രാജാകുമാരികളിൽ രാപ്പകലായാമന്നിരിപ്പേ തുതിച്ചേ മകൾ തേടുവേ എല്ലാ ഉയരും മകൾ തേടുവേ തുതിച്ചേ മകൾ തേടുവേ എല്ലാ ഉയരും മകൾ തേടുവേ ആരാധനേ 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 അപ്പാ ആരാധനേ 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 അപ്പാ ആരാധനേ രാജാതിരാജാവുനേ ആരാധനേ രാജാതിരാജാവുനേ പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും സ്തുതികൾ പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും സ്തുതികൾ ഹല്ലേലൂയ 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 ആരാധന രാജാവിനെ ഹല്ലേലൂയ 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 ആരാധന സ്തുതി രാജാവിനെ എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേ യേശുനാഥാ എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേ യേശുനാഥാ ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ ഹല്ലേലൂയ 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 ആരാധന സ്തുതി രാജാവിനെ ആകാശഭൂമി സകല സമയം നിനക്ക് ആരാധന ഹല്ലേലൂയ 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 ആരാധന സ്തുതി രാജാവിനെ ഹല്ലേലൂയ 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 ആരാധന സ്തുതി രാജാവിനെ ആരാധനേ 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 അപ്പാ ആരാധനേ 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 അപ്പാ உங்களுக்கு പരിശുദ്ധനായ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നു. ബലത്തോടെ ദൈവത്തിന് ആരാധന അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തിന് പാപത്തെയും മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതായ കർത്താവിന് ആരാധന അർപ്പിക്കുന്നു. ഹല്ലേലൂയ.
Glory, glory, glory. Hallelujah. Amen, 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 amen. Hallelujah. Glory, glory. Ikaraja. Hallelujah. Baba, hallelujah. Kavanagaraj. Hallelujah. Baba. Amen, amen, amen. യേശുവിന്റെ നാമം സകലത്തിനും മേലായ നാമം, സകല മുഴങ്കാലും മടത്തിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂലോകരുടെ സകല മുഴങ്കാലും യേശുവിന്റെ നാമത്തിന് പോയി മടങ്ങും. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന യാഗന ദൈവത്തിനാരാധന ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഗന ദൈവത്തിനാരാധന ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന കൃപലെ വിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ദയലെ വിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ക്ഷമലെ വിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ നന്മലെ വിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ കൃപലെ വിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ദയലെ വിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ക്ഷമലെ വിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ നന്മലെ വിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ആരാധന ആരാധന യാഗന ദൈവത്തിനാരാധന ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഗന ദൈവത്തിനാരാധന ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന പമ്പയുടെ തോട്ടിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിനാരാധന യാക്കോബിന്റെ കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന പ്രവർത്തിച്ചിട യോസേഫിന്റെ ദൈവത്തിനാരാധന ആരാധന ആരാധന യാഗന ദൈവത്തിനാരാധന ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഗന ദൈവത്തിനാരാധന ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന ദേശത്തു മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിനാരാധന പിന്നെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിനാരാധന മലയിൽ എത്തിയയച്ച ഏലിയാവിൻ ദൈവത്തിനാരാധന ഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന ആരാധന ആരാധന യാഗന ദൈവത്തിനാരാധന ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന ആരാധന
ആരാധന യാഹന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഹന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഹന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഹന്ന ദൈവത്തിന് ആരാധന സത്യത്തിലും ആരാധന വെള്ളോട്ടിന് സദൃശ്യമായ പാദങ്ങളുള്ളവനായ ഹല്ലേലൂയ ആ സർവശക്തനായ കർത്താവിനെ തേജസ്കരിക്കപ്പെട്ടവനായ നമ്മുടെ കർത്താവിനെ ഓ ഗ്ലോറി യോഹന്നാൻ കണ്ട ദർശനത്തിൽ കണ്ട കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സകല മഹത്വത്തിന്റെ സകല പുകഴ്ചയ്ക്കും യോഗ്യനായവൻ പാപത്തെയും മരണത്തെയും ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ മഹത്വപൂർണനായ നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ ഓ ഗ്ലോറി ഹല്ലേലൂയ 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയ്ക്ക് ജനിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ ആ കർത്താവിനെ നമ്മൾക്ക് കണ്ടുകൊണ്ട് നമ്മുടെ ഹല്ലേലൂയ അകക്കണ്ണുടെ ആ കർത്താവിനെ കണ്ടുകൊണ്ട് നമ്മൾക്ക് ചേർന്ന് നമ്മുടെ ആ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ഒരുമിച്ച് പാടാം ഹല്ലേലൂയ ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് ജീവിക്കുന്നവനായ നമ്മുടെ കർത്താവ് യോഗ്യൻ സകല പുകഴ്ചയ്ക്കും നീ മാത്രം യോഗ്യൻ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴക്കാനും നിന്റെ നാമത്തിന് മുമ്പിൽ മടങ്ങും സകല നാമം നിന്റെ കർത്താവിനെ ഏറ്റുപറയും കർത്താവിൻ്റെ അതിപരിശുദ്ധ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ വ്യാപരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നു.
ആ സർവശക്തനായ ദൈവത്തിന്, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ മിശിഹാതമ്പുരാനെ പരിപൂർണമായിട്ട് കർത്താവിനെ ഒരു നിമിഷം നമ്മുടെ എല്ലാ കരങ്ങളും ആ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു നിമിഷം നമ്മുടെ കർത്താവിനോടൊന്ന് പറയാമോ? നിൻ്റെ ആ രൂപവും നിൻ്റെ ആ ഭാവവും നിൻ്റെ ആ ദിവ്യ സ്വഭാവം എൻ്റെ കർത്താവ് എന്നിലൊന്ന് പകരുമാറാണോ? ഈ ദൈവം ഞങ്ങളുടെ വലിയ സാന്നിധ്യത്തിന് ഞാനെന്നെ ഏൽപ്പിച്ച് തരിക. നിന്റെ ആത്മാവിൻ്റെ ശക്തിയാലൊന്ന് നിറയ്ക്കുമാറാകണമേ. നിന്റെ ആ ഭാവം എന്നിരുന്നാകുവാനായിട്ട് എൻ്റെ കർത്താവ് ഞാനെന്നെ ഏൽപ്പിച്ച് തരിക. എല്ലാവരും ആഗ്രഹിച്ചൊന്ന് പാടിയാട്ടെ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നൊന്ന് പാടിയാട്ടെ. ശക്തിയും കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ബഹുമാനം കൊടുത്തുകൊണ്ട് കർത്താവിനൊന്ന് പറയാമോ? എൻ്റെ കർത്താവേ, എൻ്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ട. എൻ്റെ കർത്താവേ, ഹല്ലേലൂയ, എൻ്റെ ഇഷ്ടങ്ങളല്ലപ്പാ. എന്നെ അയച്ചവൻ്റെ പിതാവേ, എന്നെ അയച്ചവൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്ന എൻ്റെ കർത്താവ് പറയുമ്പോൾ ഹല്ലേലൂയ, യേശു പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്ര സ്വർഗരാജ്യത്തിൽ കടക്കുന്നെങ്കിൽ ഹല്ലേലൂയ, എൻ്റെ ഇഷ്ടമല്ല എൻ്റെ അപ്പാ. ഇന്ന് മുതൽ എൻ്റെ ഇഷ്ടമല്ലപ്പാ. ഇന്ന് മുതൽ എൻ്റെ ഇഷ്ടമല്ലപ്പാ. നിന്റെ ഇഷ്ടമെന്ന് ചെയ്യുവാൻ, നിന്റെ ഹിതത്തിനോ നിറവിലൊന്ന് ഞാൻ പ്രചോദിപ്പാൻ തക്കവണ്ണം നിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി നിന്ന് തീർക്കണമെന്ന് ആത്മാർത്ഥമേ ആഗ്രഹിക്കുമെന്ന് ചേർന്ന് പറയാട്ടെ. പൂർണ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മാത്രമേ
സ്തുതികൾക്കും പുകഴ്ചകൾക്കും പുകഴ്ചയ്ക്കും നീ മാത്രം യോഗ്യനേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും സകല പുകഴ്ചയ്ക്കും നീ മാത്രം യോഗ്യനായ നിന്റെ രക്തത്താൽ നീ ഞങ്ങളെ വിലക്കി വാങ്ങി രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവുമായി ഞങ്ങളെ സ്വന്തം ജനമായി നീ ഞങ്ങളെ മാറ്റി. നിന്റെ മഹാസ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം കരേറ്റുന്നു. പരിശുദ്ധനായവനെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയപ്പ, ഈ പകൽക്കാലം നിന്റെ നാമത്തെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും സർവശക്തനായ ദൈവത്തിന് തക്ക മഹത്വം കൊടുത്തുകൊണ്ട് അങ്ങേ ആരാധിക്കുവാനും അടിയങ്ങൾക്ക് കൃപ തന്നതിനായി നന്ദിയോടെ സ്തോത്രം കരേറ്റുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ദേവനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും സകല പുകഴ്ചയും അങ്ങേക്ക് പുത്രനായ ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നമ്മുടെ മധ്യത്തിൽ ചെയ്ത ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നമുക്ക് ഇന്ന് വചനചിന്തയ്ക്ക് വായിക്കാം. 2 പത്രോസ് 3:17-18. 2 പത്രോസ് 3:17-18. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുകൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുകയും അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചിട്ട് നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ സ്തോത്രം. അവിടുത്തെ ഉള്ളംകരത്തിൽ ഞങ്ങളെ പരിപാലിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയോർത്ത് ദൈവത്തിന് ഞങ്ങൾ മഹത്വം കരയറ്റുകയാണ്. കർത്താവ് ഉപവാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ആരാധിപ്പാൻ എല്ലാം ദൈവം കൃപ ചെയ്തുവല്ലോ. നന്ദിയോടെ സ്തോത്രം. കർത്താവ് തുടർന്ന് അല്പസമയത്തെ വചനചിന്തയ്ക്കായി നിങ്ങൾ എടുത്തിരിക്കുന്ന ഭാഗം ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് ഈ വചന ശുശ്രൂഷ ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന കർത്താവ് വിശുദ്ധിയിലേക്ക് ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരുവാൻ തക്കവണ്ണം ഈ കർത്താവ് ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണമേ. എല്ലാ ഹൃദയത്തെയും ദൈവം തുറക്കണം. വചന ശുശ്രൂഷയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടത വ്യാപാര ശക്തികളെയും നസ്രാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് പുറത്താക്കുകയാണ്. ദൈവകൃപ വ്യാപരിക്കണം, അടിയനെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. മഹത്വം തിരുമേനെടുത്താട്ടെ യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. നമുക്ക് ഒരിക്കൽ കൂടി ആ ഭാഗം വായിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ.
കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവനെ ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അപ്പോസ്തലനായ പത്രോസ് 2 ലേഖനങ്ങളാണ് ദൈവസഭയ്ക്ക് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ലേഖനത്തിൽ നമ്മൾ ലേഖനം പഠിക്കുമ്പോൾ ഏത് സാഹചര്യത്തിൽ എഴുതി എന്ന് നമ്മൾ നേരത്തെ ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. സഭ വളരെ കഷ്ടതയിലും പീഡനത്തിലും കടന്നു പോകുമ്പോൾ ദൈവസഭയെ ഉറപ്പിക്കുവാൻ, വിശ്വാസികളെ ഉറപ്പിക്കുവാൻ, ആ കഷ്ടതയുടെ മധ്യത്തിൽ വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുവാനായിട്ട് ഒന്നാമത്തെ ലേഖനം എഴുതിയെങ്കിൽ രണ്ടാമത്തെ ലേഖനവും അതേ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ജനത്തെ ഒരിക്കൽ കൂടി വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തി ദുരുപദേശം, സഭയ്ക്കകത്ത് കടന്ന ദുരുപദേശകരിൽ നിന്നും ദുരുപദേശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാനും വിശ്വാസത്തിലും ദൈവസഭ വിശ്വാസത്തിലും ദൈവകൃപയിലും ദൈവിക പരിജ്ഞാനത്തിലും വളർന്നു വന്ന് കർത്താവിൻ്റെ വരവിനായി ഒരുക്കത്തോടെ കാത്തിരിക്കണമെന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതിയ ലേഖനമാണ് രണ്ടാമത്തെ ലേഖനം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവസഭയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്താസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവസഭയോട് വളരെ ഓർമ്മിപ്പിച്ച് ഉണർത്തേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നു, സ്തോത്രം, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. സ്തോത്രം. രണ്ടാമത് പറയുന്നു, കൃപയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളർന്നു വരുവാനിടയാകണം. സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവസഭ കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആ വരവിനെ നോക്കി വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന ദൈവസഭയെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസം ഉറപ്പിച്ച് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തിരുവചനങ്ങളാണ് നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്ന, വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന, കർത്താവിൻ്റെ വരവിൽ സന്തോഷിപ്പാൻ ഇടയാക്കുന്ന തിരുവചനങ്ങളാണ് ഈ ഭാഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള കരമത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. നമ്മൾ ഈ രണ്ടാമത്തെ ഈ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായമാണ് അധ്യായത്തിൽ നിന്നൊരു ഭാഗമാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ വിശ്വാസികളോട് വളരെ ഈ 3-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യ ഭാഗം തൊട്ട് നമ്മൾ വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ വരവിന് വേണ്ടി കറയും കളങ്കമില്ലാത്തവരുമായി സമാധാനത്തോടെ കാണാൻ, അത് കർത്താവ് വരുമ്പോൾ നമ്മൾ കറയില്ലാത്തവരായി, കളങ്കമില്ലാത്തവരായി, സമാധാനമുള്ളവരായി കാണാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വരവ് അല്പം ദീർഘക്ഷമയോടെ അല്പം താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ പലരും സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് നടക്കുന്ന ചില പരിഹാസികൾ ചോദിക്കുന്ന ചോദ്യമാണ്, അവൻ്റെ പ്രത്യക്ഷയുടെ വാഗ്ദാനം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പോസ്തലൻ മറുപടി പറയുകയാണ്, എന്ന് പല പരിഹാസികൾ പരിഹസിച്ച് ചോദിക്കുവാനിടയാകുമ്പോൾ, അല്ലെ വിശ്വാസികളുടെ വിശ്വാസത്തെയും പ്രത്യാശയെയും തളർത്തിക്കളയുവാൻ തക്കവണ്ണം ചില പരിഹാസികൾ ഇറങ്ങിയിരിക്കുമ്പോൾ, സ്തോത്രം, ഇവിടെ പറയുകയാണ് 3:8-9 തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ചില താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിപ്പിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ, തുടർന്നുള്ള വാക്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കണം. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എല്ലാവരും മാനസാന്തരപ്പെടണം. സ്തോത്രം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി കാൽവരി കുരിശ് തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചു തന്ന പിതാവ് ആഗ്രഹിക്കുന്നു നമ്മൾ ആരും
നശിച്ചു പോകാനിടയായി തീരരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പരിഹാസികൾ അനേകർ എഴുന്നേൽക്കുമ്പോൾ, അധർമ്മികൾ അനേകർ എഴുന്നേൽക്കുമ്പോൾ പലതും പറഞ്ഞ് വിശ്വാസികളുടെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുവാൻ അല്ലെങ്കിൽ വിശ്വാസത്തെ പിറകോട്ട് വലിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അതിലൊന്നും കുടുങ്ങിപ്പോയി സ്വന്തം സ്ഥിരത വിട്ട് വീണ് പോകാതിരിക്കാൻ എല്ലാ വിശ്വാസികളും ഉത്സാഹിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനിടയാകണം, പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുവാനിടയാകണം. നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തു, ഞാൻ മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വരും, ഞാൻ പോയതുപോലെ മടങ്ങി വരും. നിങ്ങൾക്കൊരു ഭവനമൊരുക്കി ഞാൻ നിങ്ങളെ ചേർക്കുവാൻ മടങ്ങി വരും. കർത്താവ് വാക്കുമാറുന്നവനല്ല. മനുഷ്യൻ വാക്ക് മാറ്റി പറയും, മനുഷ്യരെല്ലാവരും പലപ്പോഴും വാക്ക് മാറ്റി പറയും. പക്ഷെ നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്യുവാൻ നിവർത്തിക്കുവാൻ ശക്തനാണ്. അവൻ മടങ്ങി വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു കരം കൊടുത്ത് പറഞ്ഞ് നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. പലരും തിരുവെഴുത്തുകളെ കോട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോസ്തലൻ അവിടെ പറയുന്നു, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും നമ്മൾ വളരുവാനിടയായി തീരണം. ദൈവമക്കളെ, നമ്മൾ ബലഹീനരായിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അന്നത്തെ അവസ്ഥയിൽ ശിശുക്കളായിരിക്കാൻ ഒരിക്കലും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, ഞാനും നിങ്ങളും അനുദിനം വളർന്നു വരുവാനിടയാകണം. ക്രിസ്തീയ ജീവിതം ഒരു വളർച്ചയുടെ ജീവിതമാണ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം ഒരു വളർച്ചയുടെ ജീവിതമാണ്. കർത്താവ് പറയുന്നു എങ്ങനെയാണ് വളരേണ്ടത്. സ്തോത്രം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 3:5 നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആരും ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു വീണ്ടും ജനനം പ്രാപിച്ചവരാണ്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വീണ്ടും ജനനം പ്രാപിച്ചവരാണ്. എങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചത്? വെള്ളത്താലും ആത്മാവിനാലും. വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറഞ്ഞാൽ വചനത്താലും പരിശുദ്ധാത്മാവിനാലും ഒരു വീണ്ടും ജനനം പ്രാപിച്ച ഓരോ ദൈവമക്കൾ, നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ എടുക്കുന്നില്ല, കാരണം നമ്മൾ വളരെ വിശദമായ ആ ഭാഗം പഠിച്ചതാണ്. സ്തോത്രം. അങ്ങനെ ഓരോ ദൈവമക്കളും വീണ്ടും ജനിച്ചിരിക്കുന്നത് ദൈവവചനത്തിൽ നിന്നാണ്, പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് വ്യക്തമായ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനത്തിലെ 23 പറയുന്നു. സ്തോത്രം. നമ്മളൊന്ന് വായിച്ചേ. ആ ആ ആ ആ അപ്പോൾ ഇവിടെ പറയുന്നു, കെടാത്ത ബീജത്തല്ല, സ്വതന്ത്രം നശിക്കാത്ത ജീവനുള്ള നിലനിൽക്കുന്ന ആ ബീജത്താൽ എന്ന് പറഞ്ഞാൽ വചനത്താൽ, ആ വിത്തനാൽ, വചനമെന്ന വിത്തിനാലാണ് നമ്മൾ ഓരോരുത്തരും വീണ്ടും ജനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവവചനത്താലാണ് ജനിച്ചിരിക്കുന്നത്. അടുത്ത കാര്യങ്ങൾ നമ്മൾ ദൈവവചനത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 1:18 കൂടി വായിച്ച്. യാക്കോബിന്റെ ലേഖനം 1:18 കൂടി വായിച്ച്. സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് ആ ഭാഗത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെടണം, രക്ഷ പ്രാപിക്കണം, വചനത്താൽ നമ്മൾ ജനിക്കണം. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. 1 തിമോത്തി 2:4 നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം, രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. വായിച്ചാട്ടെ.
സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. എല്ലാവരും രക്ഷ പ്രാപിക്കണം. അതുമാത്രമല്ല, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പോൾ രക്ഷ പ്രാപിക്കുക മാത്രമല്ല, ആ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 പറഞ്ഞു, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ ഓരോരുത്തരും രക്ഷ പ്രാപിക്കുകയും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എല്ലാവരും എത്തിച്ചേരുവാനായിട്ടിടയായി തീരണം. അപ്പോൾ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് എത്തിച്ചേരണമെന്ന് പറയുവാനായിട്ട് തിരുവചനം പഠിപ്പിക്കുന്നത്. ഒരുവൻ ജനിച്ചിരിക്കുന്നത് ദൈവവചനത്താലാണ്, ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. അതേ വിത്ത് നമ്മളിൽ വസിക്കുകയാണ്. നമ്മളെ ജനിപ്പിച്ച വചനമാകുന്ന വിത്ത് നമ്മളിൽ ഓരോരുത്തരും വസിക്കുന്നുണ്ട്. അത് നശിക്കാത്ത വിത്താണ്. അവിടെ പറയുന്നത് നിലനിൽക്കുന്ന വിത്താണ്. ഈ നിലനിൽക്കുന്ന വിത്തിനാൽ നമ്മൾ വീണ്ടും വളരുവാനായിട്ടിടയെത്തണം. അപ്പോൾ വചനത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിച്ച ദൈവവൈതൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം, ദൈവകൃപയിൽ വളരണം. പ്രൈസ് ലോർഡ്. ദൈവകൃപയിലും പരിജ്ഞാനത്തിലും വളരണം. എന്ത് ചെയ്യണം? അതിന് പത്രോസിൻ്റെ ലേഖനം 2:2 ഒന്ന് വായിച്ചാൽ, പത്രോസിൻ്റെ 1 പത്രോസ് 2:2. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. അപ്പോൾ നമ്മൾ അവിടെ വചനം പറയാണ്, നമ്മൾ ഒരു ശിശു, ഇപ്പോൾ ജനിച്ച ഒരു ശിശു ജനിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ആത്മാവിനാലും ജലത്താലും വീണ്ടും ജനിച്ച നമ്മൾ ഓരോരുത്തരും ഒരു ശിശു ജനിക്കുന്നത് പോലെ, ഒരു വീണ്ടും ജനനം. അപ്പോൾ ഇപ്പോൾ ജനിച്ച ഒരു ശിശു വളരുന്നത് പോലെ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ, രക്ഷയ്ക്കു വേണ്ടി വളരുവാൻ, ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. പ്രൈസ് ലോർഡ്. അപ്പോൾ ഓരോ വീണ്ടും ജനിച്ച ദൈവ പൈതലിനോടും ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു ശിശുവായി നിങ്ങൾ ജനിച്ചിരിക്കുകയാണ്. നിങ്ങൾ വളർന്നു വരുവാനിടയാകണം. എന്തിനാ? രക്ഷയ്ക്ക്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിച്ചവരല്ലേ? നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. രക്ഷയുടെ 3 സ്റ്റേജസിനെ കുറിച്ച് പഠിച്ചു. ഓർമ്മയുണ്ടല്ലോ? ഒന്ന് പറഞ്ഞേ, രക്ഷയുടെ 3 സ്റ്റേജസ് ഏതാണ്? രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ദൈവ പൈതലും അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ അത് രക്ഷയിലേക്ക് വളരുവാൻ, ആ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വളരുവാൻ വചനം ആവശ്യമാണ്. അത് വചനം ആവശ്യമാണെന്ന് പറയുമ്പോൾ മായമില്ലാത്തത് എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ നിർമ്മലമായ ഉപദേശമെന്ന വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിൻ്റെ സ്തോത്രം, നിർമ്മലമായ എന്ന് പറഞ്ഞാൽ നിർമ്മലമായ സുവിശേഷം. ഈ സുവിശേഷത്തെ പലരും എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം പറഞ്ഞു, കോട്ടിക്കളയുവാനിടയാകുന്നു. സ്തോത്രം. കോട്ടിക്കളയുന്നു. പല ദുരുപദേശകരും കടന്നു വരുന്നു. ഇതിൻ്റെ ആ നിർമ്മലതയെ കോട്ടിക്കളഞ്ഞ് പലരെയും വഴിതെറ്റി അവരെ വിളിച്ച വിളിയിൽ നിന്ന്, ആ സ്ഥിരതയിൽ നിന്ന്, ദൈവകൃപയിൽ നിന്ന് വീഴ്ത്തിക്കളയുവാനിടയാക്കി തീർക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, വളരെ സൂക്ഷ്മതയുള്ളൂ. അതുകൊണ്ട് വചനമെന്ന മായമില്ലാത്ത പാല്, നിർമ്മലമായ സുവിശേഷത്തിൻ്റെ നിർമ്മലമായ ഉപദേശം, ഈ സത്യത്തിൻ്റെ പൂർണ്ണ ഉപദേശം, അത് കുടിച്ച് വളരുവാനായിട്ടിടയായി തീരണം.
പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ ഉപദേശം കേട്ട് അല്ലെങ്കിൽ വചനം പഠിച്ച് ഉപദേശം കേട്ട്, അതായത് ശരിയായി പഠിപ്പിക്കുന്നത് പോലെ പഠിച്ച് ഒരുവൻ വളരുവാനിടയായി തീരണം. അപ്പോൾ വളർച്ചയ്ക്ക് ഒന്നാവശ്യം, വചനം ആവശ്യമാണ്. ഓരോ ദൈവ പൈതലും ദൈവകൃപയിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളർന്നു വരുവാൻ നമ്മളെ സഹായിക്കുന്നത് പ്രധാന ഘടകമെന്ന് പറയുന്ന ഒന്നാമത്തെ ഘടകം വചനമാകുന്നുവെങ്കിൽ, സ്തോത്രം, അത് നിർമ്മലമായ ഉപദേശമെന്ന വചനമായിരിക്കണം. സ്തോത്രം, ആ ഉപദേശത്തിൽ നിലനിന്ന് പോകുവാനായിട്ടിടയായി തീരണം. ഇനി ആത്മാവിനാൽ നമ്മൾ ജനിച്ചിരിക്കുന്നത് ആത്മാവിനാലും വചനത്താലുമാകുമെങ്കിൽ, രണ്ടാമത് പരിശുദ്ധാത്മാവിൽ നമ്മൾ നയിക്കപ്പെടുന്നവരായി തീരണം. ഓരോ ദൈവ പൈതലും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം. പ്രൈസ് ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും, വീണ്ടും ജനിച്ച ഓരോ ദൈവമക്കളും ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നത് പോലെ നടക്കുന്നവരായിരിക്കണം. പ്രൈസ് ലോർഡ്. സന്തോഷമുള്ള കരമ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നവരായിരിക്കണം. ആത്മനിറവ് പ്രാപിക്കുന്നവരായിരിക്കണം. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. കൃപാവരങ്ങൾ പ്രാപിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവെന്ന ദാനം എല്ലാവർക്കും ഉള്ളതാണ്. സ്തോത്രം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളെ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവെന്ന ദാനം, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായിരിക്കണം. ആരെങ്കിലും ഇതിൻ്റെ അകത്ത് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, നിന്റെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കുമാറാകണമേ. നിന്റെ ആത്മാവിനാൽ ഞാനൊന്ന് നയിക്കപ്പെടുന്നവളാകട്ടെ. നിന്റെ ആത്മാവിനാൽ ഞാനൊന്ന് നയിക്കപ്പെടുന്നവനാകട്ടെ. ആത്മാവിനെ നടത്തുന്നത് പോലെ നടക്കുവാനിടയാകണം. കർത്താവായ യേശുക്രിസ്തു ജോർദാനിൽ സ്നാനമേറ്റപ്പോൾ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാൻ വിടുവാനായി ഇടയായി തീർന്നു. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് കർത്താവായ യേശുക്രിസ്തു ഗലീലയിലേക്ക് പോകുമ്പോൾ അവിടെ പറയുന്നു, അവൻ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടെ അവൻ ഗലീലയിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. ഒരു വിജയകരമായ ഒരു ദൈവകൃപയിൽ ഒരു ദൈവ പൈതൽ നിലനിന്ന് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ പൂർത്തി പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നമുക്ക് കൂടിയേ തീരുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ആഗ്രഹത്തോടെ, തീഷ്ണതയോടെ, താല്പര്യത്തോടെ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം, ദൈവമേ, നിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കുമാറാകണമേ. ഈ ലോകത്തെ ജയിക്കുവാൻ ദൈവകൃപയിൽ എനിക്ക് നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൂടിയേ തീരുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങൾ അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ച് കൃപാവരങ്ങൾ പ്രാപിച്ച് ക്രിസ്തുവാകുന്ന തലയോളം നമ്മൾ വളർന്നു വരുവാനിടയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന തലയോളം വളരണം. അതായത് പൂർണ്ണതയിലേക്ക്, ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക്, ആ സമ്പൂർണ്ണതയിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരുവാനായിട്ട് ഇടയായി തീരണം. അതാണ് നിങ്ങളെയും എന്നെക്കുറിച്ച് ദൈവം ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നാം വളർന്നു വരുവാനായിട്ട് ഇടയായി തീരണം. 1 2 കൃപാവരങ്ങൾ പ്രാപിച്ചതുകൊണ്ടോ അന്യഭാഷയിൽ അല്പം ദൈവത്തെ ഒന്ന് ആരാധിച്ചതുകൊണ്ടോ അതുകൊണ്ട് എൻ്റെ വളർച്ച ആയി എന്ന് പ്രിയ ദൈവമക്കളെ ആരും വിചാരിക്കരുത്. സ്തോത്രം. അതുകൊണ്ടൊന്നും ആയിട്ടില്ല. അതെല്ലാം നമുക്ക് ആദ്യമായി നമുക്ക് ലഭിക്കുന്നതാ. സ്തോത്രം. അവിടെ ഒന്നും നിൽക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു ശിശു നമ്മുടെ വീട്ടിൽ, നമുക്കൊരു കുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞ് എന്നും കുഞ്ഞായിട്ടിരിക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അവൻ വളർന്നു വരണം. അവൻ്റെ കൈയാണോ വളരുന്നത്, അവൻ്റെ കാലാണോ വളരുന്നത്, എല്ലാം ഓരോ ദിവസവും നമ്മൾ നോക്കി നമ്മൾ സന്തോഷിക്കുന്നത് പോലെ ദൈവം നമ്മളെ
നമ്മളെ കണ്ട് സന്തോഷിക്കാനിടയായി തീരണം. നമ്മൾ ആത്മാകൃപയിൽ വളർന്നു വരുന്നവരായി, ആത്മാവിൻ്റെ ശക്തിയിൽ വളർന്നു വരുന്നവരായി, ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മളെ കാണുമ്പോൾ ദൈവത്തിന് വലിയ സന്തോഷമാണ്. സന്തോഷമുള്ള കർമ്മ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. അതുകൊണ്ട് ക്രിസ്തീയ വളർച്ചയുടെ പൂർണ്ണതയിലേക്ക് നാം ഓരോരുത്തരും വളർന്നു വരുവാനായിട്ടിടയായി തീരണം. ഹല്ലേലൂയ. അപ്പോൾ പൂർണ്ണതയിലേക്ക് നമ്മൾ വളരുന്നില്ല എങ്കിൽ നമ്മുടെ ആളൊരു വളർച്ച മുരടിച്ചു പോകുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ ശിശുക്കളായിരിക്കുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് പലപ്പോഴും ശിശുക്കളെ തെറ്റിച്ച് കളയുവാൻ സാധ്യതയുള്ളത് കൊണ്ട് പലപ്പോഴും ചെറിയ ചെറിയ ചില ഉപദേശങ്ങൾ കേട്ടാൽ പോലും അല്ലെങ്കിൽ പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയാതെ വരുമ്പോൾ പലരും എളുപ്പം സ്ഥിരത വിട്ട് വീണ് പോകുവാൻ ഇടയാകുവാനിട, അതായത് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണ് പോകുവാൻ പലപ്പോഴും ഇടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് അത് അങ്ങനെ വരാതിരിക്കേണ്ടതിന് നമ്മൾ ക്രിസ്തുവിൽ വളരുവാനിടയാകണം. ഒരുവൻ പ്രാപിച്ച പരിജ്ഞാനത്തിന് തക്കവണ്ണം നമ്മൾ ഓരോരുത്തരും ദൈവകൃപയും ദൈവിക പരിജ്ഞാനവും പ്രാപിച്ചവരാണെങ്കിൽ ആ പരിജ്ഞാനത്തിന് തക്കവണ്ണം നാം ഓരോരുത്തരും വെളിച്ചത്തിൽ നടക്കുവാനായിട്ടിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലേ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് ക്രമമായി ഘട്ടം ഘട്ടമായി നമുക്ക് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ പരിജ്ഞാനത്തിൽ ആ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. 1 യോഹന്നാൻ 1:6-7 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ. 1 യോഹന്നാൻ 1:6-7. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് നമ്മൾ പറയുകയും, എന്ന് പറഞ്ഞാൽ ദൈവത്തോടും ക്രിസ്തുവിനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് നമ്മൾ പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു. നാം ഓരോരുത്തരും ഭോഷ്ക് പറയുകയാണ്. ഒരു ദൈവ പൈതലെ, നീ ഇരുട്ടിൽ നടക്കുന്നുവെങ്കിൽ നീ പറയുന്നത് ഭോഷ്കാണ്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവത്തിൻ്റെ പൈതൽ ഇരുട്ടിലാണ് അവൻ്റെ നടപ്പെങ്കിൽ, ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ് അവൻ ചെയ്യുന്നുവെങ്കിൽ അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയും. ഞാൻ പറയുന്ന ക്രിസ്തുവിനോട് കൂട്ടായ്മയുണ്ട്, ഞാൻ ക്രിസ്തുവിനെ ആരാധിക്കുന്നവനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ സ്നാനപ്പെട്ടവനാണ്, ഇതെല്ലാം പറഞ്ഞിട്ട് നിന്റെ നടപ്പിരുട്ടിലാണെങ്കിൽ, നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണെങ്കിൽ നീ ഭോഷ്ക് പറയുന്നവന്, കള്ളം പറയുന്നവനത്രേ. താഴോട്ട് വായിച്ചാട്ടെ. സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോൾ ദൈവ മക്കളെ, ദൈവം വെളിച്ചത്തിലിരിക്കുന്നവനാണ്. സ്തോത്രം. അപ്പോൾ ആ വെളിച്ചത്തിലിരിക്കുന്ന ദൈവത്തോട് യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചമാകുന്ന ക്രിസ്തുവിനോട് കൂടെ നിങ്ങളും ഞാനും നടക്കണമെങ്കിൽ നമ്മൾ വെളിച്ചത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം, വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം. വെളിച്ചത്തിൽ നടക്കാതെ ഇരുട്ടിൽ നടന്നിട്ട് അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ വചനം പറയുന്നു, നിങ്ങൾ കള്ളം പറയുന്നവരത്രേ. സ്തോത്രം. 1 പത്രോസ് സ്തോത്രം 2:1-2 ഒരിക്കൽ കൂടി വായിച്ചാട്ടെ. എന്താണ് ഈ വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയും ഇരുട്ടിൻ്റെ പ്രവൃത്തിയും? എന്താണ് ഇരുട്ടിൻ്റെ പ്രവൃത്തി? എന്താണ് നമ്മൾ ഉപേക്ഷിച്ച് കളയേണ്ടത്? ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും. അതുകൊണ്ട് നമ്മൾ ഉപേക്ഷിച്ച് കളയേണ്ട 1, 2, 3 കാര്യങ്ങൾ സ്തോത്രം അവിടെ എടുത്ത് പറയുകയാണ്. സകല ദുഷ്ടതയും, എല്ലാ ചതിവും ദൈവ മക്കളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റേണ്ട ചില വിഷയങ്ങൾ ഇവിടെ പറയുന്നു. എല്ലാ ദുഷ്ടതയും, എല്ലാ ചതിവും, എല്ലാ വ്യാജഭാവവും എടുത്ത് വിശദീകരിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. എല്ലാ വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളയണം. ദൈവമക്കളെ,
ജീവിതത്തിൽ നിന്ന് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ട് നീക്കിക്കളയേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. എന്താ നീക്കണം? സകല ദുഷ്ടതയും നീക്കിക്കളയണം. ദുഷ്ടന്റെ സകല പ്രവൃത്തികളും, ഇരുട്ടിന്റെ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായിട്ട് നീക്കിക്കളയണം. ഒരുവൻ ക്രിസ്തുവിൻ്റെ കൃപയിൽ, ദൈവകൃപയിൽ വർദ്ധിച്ചു വരേണ്ടതിന്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ദുഷ്ടതയുടെ പ്രവൃത്തികളുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ട് എടുത്തു മാറ്റണം. എല്ലാ ചതിക്കുന്നവൻ പിശാചിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ചതിയൻ്റെ പ്രവൃത്തികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ചതിക്കുന്നവരാണെങ്കിൽ പരിപൂർണമായിട്ട് നമ്മൾ എടുത്തു മാറ്റണം. എല്ലാ വ്യാജഭാവം, സ്തോത്രം, അത് വിശദീകരിക്കാൻ പോയാൽ ഇന്ന് നാളെ നമ്മൾ എടുത്താൽ തീരത്തില്ല. സ്തോത്രം. നമുക്കറിയാം വ്യാജഭാവം എന്താണെന്ന്. സ്തോത്രം. ഒത്തിരി വിശദീകരിക്കണം. ദൈവം അനുവദിച്ചാൽ നമുക്ക് വിഷയത്തിൽ പഠിക്കാം. എല്ലാ വ്യാജഭാവവും, സ്തോത്രം, ഒരു വാക്ക് മാത്രം അങ്ങ് പറഞ്ഞു പോകാം. ഹല്ലേലൂയ. മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് മുഖത്ത് മറ്റൊന്ന് കാണിക്കും. ദൈവമക്കളെ, അങ്ങനെ ആരെങ്കിലും, നമ്മുടെ മധ്യത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ട് കരം കൊടുത്ത് ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോണതിന് മുമ്പ് അതങ്ങ് കളഞ്ഞിട്ട് പോകും. സ്തോത്രം. കാരണം എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കൃപയിൽ പരിജ്ഞാനത്തിലും വളരുവാൻ സാധിക്കും. വ്യാജഭാവം, സ്തോത്രം, നമുക്ക് യോഗ്യമല്ല ദൈവമക്കളെ. അസൂയ, എല്ലാ നുണയും, ഇതൊന്നും നമുക്ക് യോഗ്യമല്ലാത്ത കാര്യങ്ങളാ. അസൂയ നമുക്ക് വേണ്ട, നുണ നമുക്ക് വേണ്ട, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കണം. അങ്ങനെ താഴോട്ട് വായിച്ചാട്ടെ. 2-ാം വാക്യം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ഇതെല്ലാം നീക്കിക്കളഞ്ഞിട്ട്, ഇതെല്ലാം നീക്കിക്കളയാതെ പറ്റത്തില്ല. നീക്കിക്കളഞ്ഞതിന് ശേഷം വേണം എന്ത് കുടിക്കണം? വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരുവാൻ ആഗ്രഹിക്കേണ്ടത്. സ്തോത്രം. ഇതെല്ലാം വെച്ചോണ്ട് നമ്മൾ എത്ര പാല് കുടിച്ചിട്ടും ഈ വചനം രാപകലില്ലാതെ വായിച്ച് പഠിച്ച് ചീർത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. കൃപയിൽ വളരുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ സാധിക്കുകയില്ല. ചിലരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എല്ലാം കാണാതെ അറിയാം. പക്ഷെ എന്തുണ്ട് കൂടെ? എന്തൊക്കെയുണ്ട്? ദുഷ്ടതയുണ്ട്, സകല ചതിവുമുണ്ട്, സകല വ്യാജഭാവവുമുണ്ട്, സകല നുണയും അസൂയയും എല്ലാം, ഇതിൻ്റെ എല്ലാം ഒരു നിക്ഷേപമാ. കൂടെ എന്തുണ്ട്? ഇതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വളർച്ചയില്ലാതെ നിൽക്കുകയാണ്. കൃപയിൽ എല്ലാവരും നിൽക്കുന്നു. ഇതെല്ലാം കാണാപ്പാഠം പഠിക്കാം, ആർക്കും പഠിക്കാം. എത്ര പേര് ഇത് കാണാപ്പാഠം പഠിക്കുന്നുണ്ട്? കാണാതെ പഠിച്ചത് പലരും പ്രസംഗിക്കുന്നുണ്ട്. തർക്കങ്ങൾക്ക് വേണ്ടി കാണാപ്പാഠം പഠിക്കുന്നില്ലേ? എല്ലാം പഠിക്കുന്നുണ്ട്, കാണാതെ പഠിക്കുന്നുണ്ട്, ബൈബിൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പഠിക്കുന്നവരാകാനല്ല നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇത് പഠിച്ച് ഇതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തി വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞ് ആത്മാവിൻ്റെ അനുസരണത്തിൽ വെളിച്ചത്തിൻ്റെ മക്കളായി നമ്മൾ ഓരോരുത്തരെയും നടന്ന് ദൈവകൃപയിലും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളർന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവൻ്റെ പ്രത്യക്ഷതയിൽ അവനോടൊപ്പം മധ്യാകാശ കാണപ്പെടണമെന്നാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. സന്തോഷമുള്ള കർമ്മ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പോൾ ഇതെല്ലാം കളഞ്ഞ്, അത് പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി പരിപൂർണമായിട്ട് ഉരിഞ്ഞു കളഞ്ഞിട്ടാണ് ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ മാറിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പഴയ മനുഷ്യനെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിക്കാനിടെ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു എന്നെങ്കിലും അവൻ്റെ പ്രവൃത്തികൾ നമ്മൾ എന്ത് ചെയ്തു?
കൂടെ കൊണ്ട് നടക്കുക. പ്രവൃത്തി കൂടെ ഉണ്ട്. പഴയ മനുഷ്യൻ പുതിയ സൃഷ്ടിയായി തീർന്നു. പക്ഷെ എന്താ ചെയ്യണേ? പ്രവൃത്തിയെ ഇന്നും അത് കൂടിയിരിക്കട്ടെ. ആവശ്യം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുമ്പോൾ അതല്ല, ഇടയ്ക്കിടയ്ക്ക് ചില സമയത്ത് ബാക്കി ആരാധിക്കുമ്പോഴെല്ലാം സംഗതി എല്ലാം എപ്പോഴും ആരാധന കൈയടിക്കുന്നുണ്ട്, ആത്മാവിൽ ആരാധിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്ത് വരും? ആ പഴയ മനുഷ്യൻ്റെ നിക്ഷേപത്തിൽ നിന്ന് ചിലതൊക്കെ ഒന്ന് പുറത്തേക്ക് ചാടും, അല്ലെങ്കിൽ ചെറുതൊക്കെ ഒന്ന് വെളിപ്പെടാനിട. ദൈവമക്കളെ, അത് വേണ്ടേ വേണ്ട. സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ കൃപയിൽ വളരണം. ഹല്ലേലൂയ. ആ കൃപയാലാണ്, വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഈ കൃപയിൽ നിന്ന് വീണു പോകാനിടയാകരുത്. കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. ഈ കൃപയിൽ നിന്ന് ഒരിക്കലും വീണു പോകാനിടയാകരുത്. കൃപയിൽ വളർന്നു വരുവാൻ, വർദ്ധിച്ചു വരുവാൻ. സ്തോത്രം. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ വളർച്ചയ്ക്ക് ദൈവകൃപയിൽ വളർന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് കളയുവാൻ, ഇരുട്ടിലുള്ള നടപ്പ് മാറ്റിക്കളഞ്ഞ് വെളിച്ചത്തിൽ നടക്കുവാൻ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ, വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് ദൈവകൃപയിലും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലും വളരുവാൻ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളടയ്ക്കാം. ഒരു തീരുമാനം എടുക്കുവാൻ ഈ പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത്, എൻ്റെ കർത്താവേ, ഇന്ന് ദൈവം എന്നെ കേൾപ്പിച്ച ആലോചനയ്ക്കനുസരിച്ച് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇരുട്ടിൻ്റേതായ എന്തെങ്കിലും പ്രവൃത്തികളുണ്ടെങ്കിൽ, ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും സ്വഭാവങ്ങൾ എന്നിലുണ്ടെങ്കിൽ, എൻ്റെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് കൂട്ടാളിയാകുവാൻ തക്കവണ്ണം വെളിച്ചത്തുള്ള ദൈവമേ, വെളിച്ചമാകുന്ന ദൈവമേ, അങ്ങയുടെ കൂടെ നടക്കുവാൻ തടസ്സമായിട്ടുള്ള എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ, സ്തോത്രം, നിങ്ങൾ നിക്കേൽപ്പിച്ചതുപോലെ അതെല്ലാം വിട്ട് കളയുവാൻ, ഉപേക്ഷിച്ച് കളയുവാൻ, അതെല്ലാം നീക്കിക്കളഞ്ഞ് വചനമെന്ന പാല് കുടിച്ച് വളരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഒരു നിമിഷം ദൈവകരങ്ങൾ കേൾപ്പിച്ചു കൊടുത്ത് ആത്മാർത്ഥമായ ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, എനിക്കൊന്ന് വളരണം, ഈ കൃപയിൽ എനിക്കൊന്ന് വളരുവാനിടയാകണം. ദൈവമേ, ഞങ്ങളുടെ പരിജ്ഞാനത്തിൽ എനിക്കൊന്ന് വളരുവാനിടയാകണം. എന്നെ ഒന്ന് സഹായിക്കണം. വചനം ഓരോ ദിവസവും ഞാൻ മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ, എന്നോട് ഇടപെടുമ്പോൾ മാറ്റേണ്ടത് മാറ്റിക്കളയുവാൻ, സ്വീകരിക്കേണ്ടത് ഏറ്റെടുത്ത് സ്വീകരിപ്പാൻ എന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവേ, അവിടെ നിന്നെ സഹായിക്കുമാറാകണമേ. ഞാൻ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ എന്നെ സഹായിക്കണമേ. എല്ലാവരും തീരുമാനമെടുത്താട്ടെ, ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്ത് ആഗ്രഹത്തോടെ എല്ലാ തരങ്ങളും ഒന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മളിപ്പോൾ പാടിയതുപോലെ, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട കർത്താവേ, എൻ്റെ ഹിതം, എൻ്റെ ഇഷ്ടവും എൻ്റെ ഹിതവും എൻ്റെ താല്പര്യങ്ങളും ഒന്നുമല്ല അപ്പാ എനിക്ക് വേണ്ടത്. അപ്പാ, നിൻ്റെ ഹിതം എന്നിലാകട്ടെ, നിൻ്റെ ഹിതം എന്നിലാകട്ടെ, നിൻ്റെ ഹിതം, നിൻ്റെ ദിവ്യ സ്വഭാവത്തിന് ഞാനൊരു കൂട്ടാളിയാകട്ടെ. നിൻ്റെ തിരുഹിതം ചെയ്യുവാൻ തക്കവണ്ണം നിൻ്റെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കുമാറാകണമെന്ന് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. ആ തിരുഹിതം ചെയ്യുവാൻ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ആഗ്രഹത്തോടെ ഏൽപ്പിച്ചു കൊടുത്തൊരു നിമിഷം ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മനായക നിരന്തരമാ എന്നിലാത്മദാനങ്ങൾ പകരണമേ, ആത്മനായക
ജനത്തെ അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ ഇഷ്ടത്തിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരുമ്പോൾ, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തരുമ്പോൾ, ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ തക്കവണ്ണം, ദൈവകൃപയിലും ദൈവിക പരിജ്ഞാനത്തിലും വളരുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവെ സ്തോത്രം, ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. കർത്താവ്, ഞങ്ങളുടെ മക്കളെ ഞാൻ ഞങ്ങളുടെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവകൃപയിൽ അങ്ങയുടെ ജനം വർദ്ധിച്ചു വരുവാനിടയാകട്ടെ. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളർന്നു വരുവാനിടയാകട്ടെ. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം. ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടപ്പാതിരിപ്പാൻ കർത്താവ് അങ്ങയുടെ ദൈവത്തെ സഹായിക്കുമാറാകണമേ. വെളിച്ചത്തിൻ്റെ മക്കളായി, പകലിൻ്റെ മക്കളായി, വെളിച്ചത്തിന് പിതാവിനോട് കൂടെ നടക്കുവാൻ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം അങ്ങയുടെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. അല്ല, സകലത്തിനും വർദ്ധിച്ചു വരുവാനിടയാകട്ടെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. എല്ലാവരുടെയും ആരോഗ്യം അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. ആരെങ്കിലും രോഗികളായി ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ കർത്താവെ സൗഖ്യത്തോടെ മടക്കി അയക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും മാനസികമായി പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് ഇതിന് മധ്യത്തിലുണ്ടെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ സമാധാനം അവരുടെ ഭവനത്തിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് കൽപ്പിക്കുകയാണ്. ദൈവിക സമാധാനത്താൽ നിറയ്ക്കണം, സന്തോഷത്താൽ നിറയ്ക്കണം. സന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ, ക്ഷേമത്തോടെ, ബലത്തോടെ അങ്ങയുടെ മക്കളെ അവിടുന്ന് മടക്കി അയക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമാക്കണം, മഹത്വം തിരുമേനിയെടുക്കണം. യേശു ക്രിസ്തുവിന് വിലയേറെ നാമത്തിൽ തന്നെ പിതാവേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശ്വസിപ്പിച്ച് ഞങ്ങൾ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഇന്ന് മുതൽ എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രഹസ്യ വരവ് വരെ നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള കർത്താവിനെ വിശുദ്ധ കാര്യങ്ങൾക്ക് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറനാഥ.